കേരളത്തിലെ ആഭ്യന്തര യാത്രകൾ കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭ്യമാക്കാൻ സഹകരണ മേഖലയിലെ വിമാന സർവീസായ കോ കേരള പദ്ധതിയുടെ ആദ്യഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നാകും കമ്പനിയുടെ പേര്. രജിസ്ട്രേഷൻ നടപടികൾ വെള്ളിയാഴ്ച ആരംഭിക്കും. കേരളത്തിൽ ആഭ്യന്തര യാത്രകൾ കുറഞ്ഞ ചിലവിലും വേഗത്തിലും ലഭ്യമാക്കാൻ സഹകരണ മേഖലയിലെ വിമാന സർവീസായ കോ കേരള പദ്ധതിയുടെ ആദ്യഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കേരള സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്നാകും കമ്പനിയുടെ പേര്. രജിസ്ട്രേഷൻ നടപടികൾ വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കും. സർക്കാർ എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അടുത്ത ഏപ്രിലോടെ സർവീസ് ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് കമ്പനി വ്യക്തമാക്കുന്നത്. വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത് സർവീസ് നടത്തുന്ന രീതിയിലാണ് പദ്ധതി. തുടക്കത്തിൽ 2 വിമാനങ്ങൾ ലീസിനെടുത്ത് നെടുമ്പാശ്ശേരി ആസ്ഥാനമാക്കി കരിപ്പൂർ, കണ്ണൂർ, മംഗലാപുരം, ബാംഗ്ലൂരു, ചെന്നൈ, കോയമ്പത്തൂർ, മധുര എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ ഉണ്ടാകും. കോ എയർ എന്ന പേര് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. വിജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. സർക്കാർ അനുകൂല നിലപാടെടുത്തതോടെയാണ് രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടന്നത്. 55% ഓഹരി സഹകരണ സംഘത്തിൽ നിന്നും ബാക്കി പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കമ്പനി രൂപീകരിച്ച് 200 സഹകരണ സംഘങ്ങൾ 2 കോടി രൂപ വീതം പങ്കാളിത്തം നേടും. അതിവേഗ ട്രെയിനുകളിലെ യാത്രാ നിരക്കിന് സമാനമായി കോ കേരളയിൽ യാത്ര ചെയ്യാം. സർവീസ് ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാകും. ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടും പദ്ധതിയുടെ ഭാഗമാകും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.